you're going, wherever you've been, I'll follow you around every bend, follow you into the dark, throw your hair on down like a falling star. Colors blur, memories fade, what we found just tends to stay. So hold to me and I'll hold on to you. We'll see the story through. പരിശുദ്ധാത്മാവിന്റെയും നാമത്തെയും സ്നേഹസ്വരൂപനായ ദൈവമേ, കരുണവാനായ ഈശോയെ, ഇന്ന് അങ്ങയുടെ സവിധത്തിൽ ഞങ്ങൾ ഈ മകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. യേശുവേ നാഥ, പുതിയൊരു ജീവിതാന്തത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒത്തിരിയേറെ സ്വപ്നങ്ങൾ, ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ, ഒത്തിരിയേറെ അഭിലാഷങ്ങൾ മനസ്സിൽ ഘടിപ്പിച്ച് അങ്ങയുടെ പ്രകരങ്ങളിൽ അവയെല്ലാറ്റിനെയും സമർപ്പിക്കുന്നു. ഈ ഭവനത്തെ സമർപ്പിക്കുന്നു. ഭവനത്തിൻ്റെ എല്ലാ ആലോചനകളെയും ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളെയും അങ്ങയുടെ തിരക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈശോയെ കൃപയായിരിക്കണമേ, ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ. ഈ ഭവനത്തിലെ ഓരോ മക്കളുടെയും വികാരങ്ങളിലും വിചാരങ്ങളിലും എല്ലാം അങ്ങയുടെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമേ. യേശുവേ നാഥ, അങ്ങയുടെ തിരുവിഷ്ടത്തിന് അനുകൂലമായിട്ട് തിരുവിഷ്ടം പൂർത്തിയാകുവാനായിട്ട് അങ്ങ് നിശ്ചയിച്ച ഈ സമയത്ത് വിവാഹമെന്ന കൂദാശയിലൂടെ അങ്ങയുടെ തിരുവിഷ്ടം പൂർത്തിയാക്കുന്ന ഈ ഭവനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ ഭവനത്തിൽ നിന്ന് വിവാഹത്തിൻ്റെ ഈ അന്തസ്സിലേക്ക്, വിവാഹാന്തസ്സിലേക്ക്, കുടുംബത്തിൻ്റെ അന്തസ്സിലേക്ക്, കുടുംബജീവിതത്തിൻ്റെ അന്തസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിമിഷങ്ങളിൽ ഈ മകളെ ഉൾപ്പെടുത്തിയ ഓരോ സമയത്തെയും പ്രത്യേകമായിട്ട് അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവളുടെ സ്വഭാവത്തിന്, ഇവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ കരങ്ങൾ, ഒത്തിരിയേറെ ആളുകളുടെ ആഗ്രഹങ്ങളെ, വിചാരങ്ങളെ, വികാരങ്ങളെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ഉരുവാകുന്നതിന് മുമ്പേ അവരുടെ വിചാരങ്ങൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർ, ഗുരുക്കന്മാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, അയൽപ്പക്കക്കാർ, എല്ലാവരുടെയും വിചാരങ്ങളും എല്ലാം അവളുടെ ജീവിതത്തിന്, പെരുമാറ്റത്തിന്, വർത്തമാനത്തിന്, നടപ്പിന്, എട്ടിപ്പിന് എല്ലാത്തിനും ഒരു സ്വരൂപം നൽകിയിട്ടുണ്ട്, നൽകി അവളെ വളർത്തിയിട്ടുണ്ട്. യേശുനാഥ, ഇതിനെല്ലാത്തിനുമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഈ സമയത്ത് ഞങ്ങൾ നന്ദിയാകുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ, സഭാത്മകമായിട്ടുള്ള ജീവിതത്തിൽ ഇവിടെ കൈവിടത്തിയെടുത്ത ഓരോ വൈദികരെയും, ഓരോ സിസ്റ്റേഴ്സിനെയും, ഓരോ മതാധ്യാപകരെയും പ്രത്യേകമായിട്ട് അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് നന്ദി പറയുന്നു. സമയങ്ങളിൽ, വിഭിന്നങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ വളർത്തിയ, ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പുത്രിയായിട്ട് വളർത്തിയ ഈ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുനാഥ, ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് വിവാഹത്തിനായിട്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഇവളുടെ വരൻ്റെയും അവിടെ നടക്കുന്ന ശുശ്രൂഷകളെയും എല്ലാറ്റിനെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. യേശുവെ, അങ്ങയുടെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുവിഷ്ടത്തിനനുസൃതമായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും നടക്കുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾ ഓരോരുത്തരിലും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. വിശേഷകൃതമായിട്ട് ഈ മകളെ കർത്താവിൻ്റെ തിരുസവിധത്തിൽ സമർപ്പിച്ചതുകൊണ്ട് സ്വർഗത്തിലേതുപോലെ അവിടുത്തെ തിരുവിഷ്ടം ഇവളുടെ ജീവിതത്തിൽ പൂർണ്ണമാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ആവശ്യമായ ആഹാരം പരിശുദ്ധമേ മാതാവേ, ഞങ്ങളുടെ അമ്മയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരൻ നൽകിയ അമ്മയുടെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് ഈ മകളെ സമർപ്പിക്കുന്നു. ഇവളുടെ ആവശ്യ നേരത്ത് ഇവളെ യാചിക്കുന്നതിന് മുമ്പായി തന്നെ കാനായിലെ വിവാഹവേദിയിൽ തൻ്റെ സുഹൃത്തിനോട് അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചതുപോലെ
ഇവരുടെ ആവശ്യങ്ങൾ ഇവരറിയുന്നതിന് മുമ്പേ, ഇവർ യാചിക്കുന്നതിന് മുമ്പേ അന്ന് അവർക്ക് നിനക്ക് സ്വസ്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിശേഷ മധ്യസ്ഥതയും നാം എല്ലാവരുടെ മേലും എപ്പോഴും എല്ലാ അവസ്ഥകളിലും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന് ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു ദിവസം. രണ്ടാമത്തേത് വിവാഹത്തിന് വേണ്ടി പ്രത്യേക ദിവസം കുടുംബങ്ങൾ തിരഞ്ഞെടുത്തതിന് മറ്റൊരു കാരണം അപ്പൻ്റെയും അമ്മയുടെയും വിവാഹത്തിൻ്റെ അതേ ദിവസം തന്നെയാണ്. ഉത്സവത്തിൻ്റെ കല്യാണം 8 വർഷമായി. 28 ഇവരുടേത് 32 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള സെയിം ദിവസം തന്നെ വിവാഹിതരായവർ 28 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ദിവസം ഇതേപോലെ ഒരു വഴി വെച്ചിട്ട് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസം അംഗമായിരിക്കുകയാണ്. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനായി ഇറങ്ങിയിരിക്കുന്ന എല്ലാവരെയും എല്ലാവരും സെന്റ് മേരീസ് ഡെവലപ്പള്ളിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പാറേശനും പ്രിയപ്പെട്ട സന്യാസിനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. മന്ദിരായ ഈ വൈദികരോടൊപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങൾ നമുക്ക് ആരംഭിക്കാം. 4 ഈ മെയ് മാസത്തിൽ എബിനും ലിൻ്റെയും തമ്മിൽ വിവാഹത്തിലാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം യോജിപ്പിച്ച ഒരു കുടുംബമാക്കി മാറ്റാൻ വേണ്ടി പ്രത്യേകിച്ച് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളൊക്കെ ആചരിച്ച ഈ ദിവസം ത്രിത്വത്തിൻ്റെ ഒരു കൂട്ടായ്മ പോലെ ശക്തമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയായി ഇവരുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. My
ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നൽകിയിട്ടുള്ളതും എന്നാൽ പ്രവചന പ്രകാശിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞോട് നിൽക്കുന്ന സഭയെ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാമം സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അരുളിച്ചതും ചെയ്യാം. നമുക്ക് നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ, പത്രോസിന് വേണ്ടിയ ഒന്നാം ലേഖനം. കർത്താവേ, ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധിക്കും. ശാന്തവുമാകുന്ന ആത്മാവുന്ന അന്വേഷണമണിയുന്ന ആന്തരിക വ്യക്തിത്വമല്ല. ദൈവത്തിന്റെ പ്രത്യേകിച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാവും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവേ. സ്ത്രീ ബലിന് മാത്രമാണെങ്കിലും ജീവിതമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവേ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവർക്ക് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും ഏതരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ ഇന്ത്യയുടെയും പ്രിയ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് എൻ്റെയും ഇന്ത്യയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് നമുക്കറിയാം. തിരുകർമ്മങ്ങളുടെ ആരംഭത്തിൽ അച്ഛനോട് അവരുടെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികം കൂടിയാണ്. മാതാപിതാക്കളുടെ വിവാഹ വാർഷികത്തിന് തന്നെ ദിവസം തന്നെ ഈ എതിരും ലിൻ്റെയും വിവാഹത്തിലാകുമ്പോൾ തീർച്ചയായും വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം നിറഞ്ഞ ദിവസമാണ്. വലിയ ദൈവകൃപ ഉള്ളതുകൊണ്ടാണ്
ഈ ഒരു ദിവസം ഇങ്ങനെ എല്ലാം ഒത്തുവരാനിടയായി. അപ്പോൾ നമ്മളെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത് ഈ രണ്ട് ദൈവമക്കൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇവരേറ്റെടുക്കുന്ന ഈ വിവാഹ ജീവിതം, തുടങ്ങുന്ന ഈ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി മാറുന്നതിന് വേണ്ടി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം എന്ന് പറയുന്നത് ക്രിസ്തു സ്ഥാപിച്ച കൂദാശയാണ്. പൗലോസ്ലീഹ വചനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു സഭയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചതുപോലെ ഭാര്യയും ഭർത്താവും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിന്റെ ദിവസം ദമ്പതിമാർക്ക് കൊടുക്കാവുന്ന ഒരു നല്ല സന്ദേശം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുകയാണ്, തോബത്തിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ളവയാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. മനുഷ്യ മനസ്സുകളെല്ലാം നമ്മളെല്ലാവരും സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയർ ആണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ വാക്കിലൂടെയോ നമ്മുടെ പ്രവൃത്തിയിലൂടെയോ നമ്മുടെ മനോഭാവത്തിലൂടെയോ ചിലപ്പോൾ ഒരു മോട്ടോ ആയിരിക്കും, അത് മറ്റുള്ളവർക്ക് ഹട്ട് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ പിന്നീട് ആ മുറിവ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ദേഷ്യത്തോടെയുള്ള സംസാരമായിരിക്കാം, നമ്മുടെ പ്രവൃത്തികളായിരിക്കാം, നമ്മുടെ മനോഭാവങ്ങളായിരിക്കാം. അപ്പൊ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതും ഈ അവരെ, എന്റെ ജീവിത പങ്കാളിയെ, കുടുംബാംഗങ്ങളെ ഈ ഹാൻഡിൽ വിത്ത് കെയർ ആണ്. അല്ലെ, നമ്മുടെ ഒരു വാക്കും നമ്മുടെ നോട്ടവും നമ്മുടെ സാന്നിധ്യവും ഒക്കെ വളരെ അവരെ ബഹുമാനിക്കുന്ന രീതിയിൽ, അവരെ സ്നേഹിക്കുന്ന രീതിയിൽ, അവരെ വളർത്തുന്ന രീതിയിൽ, അവരെ സുഖപ്പെടുത്തുന്ന രീതിയിലാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളായിട്ട് മാറുകയാണ്. ഒരു പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞനായിരുന്നു കാർൽ റോജർ നമ്മളെല്ലാവരും പറയുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ നോക്കുകയാണ്, എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തായിട്ട് അവന്റെ കുറവുകളോടും പരിമിതികളോടും ചേർന്ന് നമ്മൾ അവരെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബവും അല്ലെ കൂടുതൽ ബലമുള്ളതായിട്ട്, കൂടുതൽ അനുഗ്രഹമുള്ളതായിട്ട് മാറും. അപ്പം വിവാഹബന്ധത്തിന്റെ അഭേദത്തെപ്പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വാസത്തോടും ചരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് ദിവസം പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. പ്രിയ സഹോദരത്തെ, ഈ വധുവരന്മാർ വിവാഹ കൂദാശയെ ബന്ധിതരായി പോകുന്നു. ഈ കൂദാശയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ നല്ല പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങനെ കൃപാകര സമൃദ്ധമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി
തന്നെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മിശിഹായുടെ തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹോടമ്പടിക്ക് സാക്ഷികളാകുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിന്റെ യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹായ് നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലിയെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുതലതായ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യമായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ജനിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മൺവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിനും ദുഃഖത്തിലും സമ്പത്തിനും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിനും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താക്കൾ സന്തോഷമായി തീരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന മുതാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ.
ആവശ്യമേറ്റ് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരുപാട് നാളത്തെ അവരുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഒരുക്കങ്ങളുടെയും ഒരു ഫലമാണ് ഇന്നത്തെ ഈ സുദിനം. ഒരു പുതിയ കുടുംബം ഇന്നിവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ദൈവബുദ്ധി താരങ്ങളെ സ്വാഗതം ചെയ്യാം.
I can't see through the windows. I can't hear through the walls. But I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. Been fighting with the rivers and blinded by the storm, മധുരം കൊടുത്തോട്ടെ. but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need. Surrounded by the promises I know I have, where my heart can breathe again. Why you wanna let me go now? Are you saying that to change your mind? For love or pity, let me know now. 'Cause your love made me go blind. What am I hearing? Saying you're moving back. When are you gonna tell me that? What am I hearing? It feels like a heart attack. Someone help me catch my breath again. How did you stop loving me? How is that even possible? How could we let love go? How could we move on? Why you wanna let me go now? Are you saying that to change your mind? For love or pity, let me know now. 'Cause your love made me go blind. Why are you playing? We ain't got the time. Tell me now if you want out. What are you saying? Come on and spit it out. I'm about to lose my mind again. How did you stop loving me? How is that even possible? How could we let love go? How could we move on? Why you wanna let me go
Even though it hurts, I won't show it to you. 'Cause it will ricochet, I won't let it bite. I will look at you and tell you that I'm alright. Like a ricochet, it will come back to you. Let me tell you, no, because my eyes are open, your words will keep bouncing away. And even if you're trying to hurt me, my skin's getting thicker each day. I don't know how you fall asleep at night, knowing that your words are hurtful, it's just not right. No, because my eyes are open, your words will keep bouncing away. Like a ricochet, like a ricochet, like a ricochet, like a ricochet. I used to let it in, all the things you said. You try to turn me into somebody else, but it will ricochet, I won't let it bite. I will look at you and tell you that I'm alright. Like a ricochet, it will come back to you. Let me tell you, no, because my eyes are open, your words will keep bouncing away. And even if you're trying to hurt me, my skin's getting thicker each day. Don't know how you fall asleep at night, knowing that your words are hurtful, it's just not right. No, because my eyes are open, your words will keep bouncing away. Like a ricochet, like a ricochet, like a ricochet, like a ricochet. You roll down your car window for one last time to say goodbye. I waved my hand at you. I was broken, but I did not cry. And now you're gone, far from this town. The day you were going, far from the ocean, I felt we were breaking, and things would never be the same. You know I've been dreaming of us since 18. I won't stop believing, 'cause I still love you the same. I hope you will love me the same. You've been gone a few days now. Can't explain how much I miss you. There's a lump in my chest sometimes. My mind shuts out, but I'm holding